ഇപ്പോൾ മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രതിഷേധം ബാരിക്കേഡിനടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തുന്നു. വലിയ രീതിയിൽ പ്രതിഷേധക്കാരുടെ ഒരു പങ്കാളിത്തം മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്ന്. ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിലുണ്ട്. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡുകൾക്കടുത്തേക്ക് എത്തുകയായിരുന്നു. അവരിൽ ചിലർ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. പിരിഞ്ഞുപോകാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകർ. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ് അവർ. ജലപീരങ്കി പ്രയോഗമൊന്നും പ്രതിഷേധക്കാർ കാര്യമാക്കുന്നില്ല. ഓരോ റൗണ്ട് ജലപീരങ്കി പ്രയോഗം കഴിയുന്തോറും വീണ്ടും ഉച്ചത്തിൽ ശക്തിയോടെ തന്നെ പ്രതിഷേധം അവരവിടെ തുടരുന്നു. കുറച്ച് പ്രതിഷേധക്കാർ വനിതാ പ്രവർത്തകർ അവർ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സലിം മാലിക്കാണ് ചേരുന്ന വിവരങ്ങളുമായി. സലിം, ഈ ബാരിക്കേഡിന് മുകളിൽ വനിതാ പ്രവർത്തകർ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗം, എന്നിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസിന്റെ വാഹനത്തിന് മുൻപിലേക്ക് എത്തുകയാണ്. അതിനുശേഷം പോലീസുമായി വാക്കേറ്റം നടത്തുന്ന ഒരു ചെറിയ ബലപ്രയോഗത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കെ മുരളീധരൻ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം, ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷം തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് അടുത്തേക്ക് നീങ്ങി. അതിന് പിന്നാലെ ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറി പ്രതിഷേധിക്കുകയായിരുന്നു. അവരെ താഴെ ഇറക്കാനുള്ള പോലീസ് ശ്രമം വിജയം കണ്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനായി ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ രണ്ടാമതും ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ്. പോലീസിന് നേരെ പ്രവർത്തകർ എത്തുകയും ഒരു ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിലാണ് രണ്ടാമതും ജലപീരങ്കി പ്രയോഗത്തിനുള്ള സൈറൺ പോലീസ് മുഴക്കിയത്. പക്ഷേ പോലീസ് ആ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടില്ല. വീണ്ടും ഈ പ്രവർത്തകർ പോലീസിന് നേർക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഉയർത്തുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞത് ഈ വീണ ജോർജിന് രണ്ട് വീണമാർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു, പിണറായിയെ പ്രതിസന്ധിയിലാക്കുന്നു. അത് ഒന്ന് പിണറായിയുടെ വീട്ടിലുള്ള വീണയാണ്, രണ്ട് പിണറായിയുടെ മന്ത്രിസഭയിലുള്ള വീണയും ചേർന്ന് പ്രതിസന്ധിയിലാക്കുന്നു എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് കെ മുരളീധരൻ നടത്തിയത്. വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സ്മിത, ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ പോലീസുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കുന്നത്.